രാജ്യസുരക്ഷയെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്നായിരുന്നു ബംഗ്ലാദേശ് അതിർത്തി. ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റം തിരഞ്ഞെടുപ്പ് സമയത്ത് ബംഗാളിൽ വലിയ പ്രചാരണ ആയുധവുമായിരുന്നു. അധികാരത്തിലേറിയാൽ അതിർത്തിയിൽ മുഴുനീളെ വേലി കെട്ടുമെന്നത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ നൽകിയ വാഗ്ദാനവും. ഇന്നത്തെ പ്രൈം സ്റ്റോറി അതിർത്തിയിൽ പണി തുടങ്ങി. ബംഗ്ലാദേശും ഇന്ത്യയുമായുള്ള 4000 കിലോമീറ്റർ അതിർത്തിയിൽ 2200 കിലോമീറ്ററും ബംഗാളാണ് പങ്കുവയ്ക്കുന്നത്. ഇതിൽ 1600 കിലോമീറ്റർ നീളത്തിൽ വേലി നിർമ്മിച്ചു കഴിഞ്ഞു. എന്നാൽ 600ഓളം കിലോമീറ്റർ ഇപ്പോഴും തുറന്നു കിടക്കുകയാണ്. മമതാ സർക്കാർ സ്ഥലം വിട്ടു നൽകാതിരുന്നതാണ് കാരണം. ഒടുവിൽ പ്രതിരോധ മന്ത്രാലയം സംസ്ഥാന സർക്കാരിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. ഇപ്പോൾ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ BJP സർക്കാർ അധികാരത്തിൽ വന്നതോടെ സ്ഥലം വിട്ടു നൽകൽ വേഗത്തിലാക്കി. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ 600 ഏക്കർ സ്ഥലം BSFന് കൈമാറാൻ തീരുമാനമെടുത്തു. 45 ദിവസത്തിനകം എല്ലാ നിയമ നടപടികളും പൂർത്തിയാക്കണമെന്നും നിർദ്ദേശിച്ചു. സ്വകാര്യ വ്യക്തികളുടെ ഭൂമി സർക്കാർ പണം വാങ്ങി നൽകിയ ശേഷം BSFന് കൈമാറും. First of all, I would like to convey my best wishes on behalf of West Bengal State Government to BSF DG and his team, because today is very meaningful day and occasion. After long time, BSF as well as the Government of India approached state government to hand over the adequate land to complete the fencing in Indo-Bangladesh border. ഇതിൽ ആദ്യഘട്ടമായി സിലിഗുരിയിൽ 27 കിലോമീറ്റർ നീളത്തിൽ ഏകദേശം 75 ഏക്കർ ഭൂമി സർക്കാർ BSFന് വിട്ടു നൽകി കഴിഞ്ഞു. ഇതിൽ 18 കിലോമീറ്റർ വേലി നിർമ്മാണത്തിനും ബാക്കി BSF ഔട്ട്പോസ്റ്റുകൾ നിർമ്മിക്കാനും ഉപയോഗിക്കും. ചിക്കൻ നെക്ക് എന്നറിയപ്പെടുന്ന പ്രദേശമാണിത്. ബംഗ്ലാദേശിനും നേപ്പാളിനും ഇടയിലുള്ള ഇന്ത്യയുടെ ഈ ഭാഗത്തിന് 20 മുതൽ 22 കിലോമീറ്റർ വരെ മാത്രമാണ് വീതിയുള്ളത്. നോർത്ത് ഈസ്റ്റിലുള്ള 7 സംസ്ഥാനങ്ങളിലേക്കുമുള്ള ഏക വഴിയാണിത്. അതിനാൽ അത്രയേറെ പ്രധാനപ്പെട്ടതാണ് ഇന്ത്യക്ക് ഈ പ്രദേശം. ഇവിടം പൂർണ്ണമായും സുരക്ഷിതമാക്കിയേ മതിയാകും. അതിനായി 12 അടി ഉയരത്തിലാണ് വേലി ഉയരുക. വലിയ സന്തോഷത്തോടെയാണ് ഗ്രാമീണർ ഈ നടപടിയെ സ്വീകരിക്കുന്നത്. തങ്ങളുടെ കന്നുകാലികളെ അടക്കം നഷ്ടപ്പെട്ടിരുന്ന കാലത്തു നിന്നും സമാധാനമായി ജീവിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് വരുന്നതിന്റെ സന്തോഷമാണ് നാട്ടുകാർ പ്രകടിപ്പിക്കുന്നത്. നുഴഞ്ഞുകയറ്റം അവസാനിപ്പിക്കാൻ കഴിയുന്നത് നാട്ടുകാർക്കും ഏറെ ആശ്വാസം നൽകുന്നു. हमारे लिए बहुत अच्छा है, लेकिन अगर तारकाटा हो जाएगा तो बहुत अच्छा होगा. बांग्लादेश का आदमी नहीं आएगा, कोई आदमी यहाँ घुस के नहीं आएगा. इंडिया में कोई चोरी वोरी नहीं होगा, कोई बांग्लादेश का आदमी आकर के यहाँ कोई घर उर नहीं बनाएगा. बहुत अच्छा हमारा सुविधा किया, जो राज्य सरकार किया है बहुत अच्छा किया है हमारे लिए. जो हम लोग के साइड में फंका हुआ का है, अभी तो तारकाबंदी नहीं हुआ, वो होना बहुत अच्छा है. ये कोई बुरा नहीं है. नहीं, ये ठीक है. कल सुना है मैं जो मुख्यमंत्री का मुंह से, ये तो ठीक है. नहीं 100% बन होगा. क्यों बन नहीं होगा? जैसे BSF जितना ड्यूटी करता है 100% बन हो जाएगा. बांग्लादेश का कोई आदमी घुस में आके ढुक जाता है, जिस जगह में फेंसिंग नहीं है, फेंसिंग होना बहुत जरूरी है. ഡൽഹിയിൽ BSFന്റെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് നിലപാട് വീണ്ടും വ്യക്തമാക്കി. നുഴഞ്ഞുകയറ്റക്കാരെ കണ്ടുപിടിച്ച് പുറത്താക്കും. ത്രിപുര, അസം, ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി ഉടൻ യോഗം ചേരുമെന്നും ഷാ പറഞ്ഞു. भारत सरकार ने ये तय किया है
कि हम न केवल घुसपैठ को रोकेंगे, एक एक घुसपैठिए को चुन चुन कर देश के बाहर निकालेंगे और हमारी जनसांख्यिकी में अकृत्रिम बदलाव नहीं होने देंगे। कौन नया घुसपैठिया आया है, क्या रूट है, कहां से तस्करी हो रही है, कहां से गौ तस्करी हो रही है, इस सारे रूटों को चुन चुन कर बंद करना, समाप्त करना, ये बीएसएफ की जिम्मेदारी है। और घुसपैठ की दृष्टि से एक मजबूत सुरक्षा ग्रिड हम बनाने वाले हैं। രാജ്യത്തിന്റെ അതിരുകൾ സംരക്ഷിക്കുക എന്നത് ഏറ്റവും ആവശ്യം വേണ്ട കാലമാണിത്. നിയമപരമായ കുടിയേറ്റങ്ങൾക്ക് പോലും യൂറോപ്യൻ രാജ്യങ്ങൾ നിയന്ത്രണം ഏർപ്പെടുത്തി തുടങ്ങിയിരിക്കുന്ന കാലം കൂടി. അനധികൃത കുടിയേറ്റങ്ങളോട് എന്തിന്റെ പേരിലായാലും കണ്ണടയ്ക്കാൻ ഒരു രാജ്യത്തിനും കഴിയില്ല.